ഹായ് ഹലോ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും UKMCL ഫെസ്റ്റ് 2011 സ്വാഗതം. ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾക്കിടയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സംഘടനയാണ് UK മലയാളി ക്രിക്കറ്റ് ലീഗ്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നിരവധി പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന റിംഗ് ടു ഇന്ത്യ UKMCL ഫെസ്റ്റ് 2011 ഇവിടെ ആരംഭിക്കുകയാണ്. മത്സരങ്ങളുടെ പിരിമുറുക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ ടീമിൻ്റെയും ക്യാപ്റ്റന്മാരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഈ മലയാളി ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിലൊന്നായ EMCCയുടെ ക്യാപ്റ്റൻ മിസ്റ്റർ റജിയെ പരിചയപ്പെടാം. നമസ്കാരം. താങ്കൾ UKMCLലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ ആണ്. താങ്കളുടെ നീണ്ടകാലത്തെ ഈ അനുഭവത്തിൽ നിന്നും ഈ മലയാളി ക്രിക്കറ്റ് ലീഗിനെ എങ്ങനെ വിലയിരുത്തുന്നു? EMCC തുടങ്ങിയിട്ട് ഇപ്പോൾ 25ാമത്തെ വർഷമാണ് ഇത്. 7 വർഷം കൊണ്ട് മലയാളി ലീഗിൽ കളിക്കുന്നുണ്ട്. അതിൽ 6 വർഷം നമ്മൾ തന്നെയാണ് ജൂനിയേഴ്സ്. ഒരു ടീം വർക്കായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിജയം നേടാൻ കഴിഞ്ഞത്. KCWA ക്രോയിഡോൺ ടീമിൻ്റെ ക്യാപ്റ്റൻ മിസ്റ്റർ സണ്ണിയെ പരിചയപ്പെടാം. നമ്മുടെ ടീം എന്ന് വെച്ചാൽ 29 വർഷമായി തുടങ്ങിയിട്ട്. താങ്കളുടെ ടീം ഈ ടൂർണമെൻറ്റ് കപ്പ് നേടുമെന്ന് പ്രതീക്ഷിക്കും? നമുക്ക് നല്ല ചാൻസ് ഉണ്ട്, എല്ലാ ടീമിനും ചാൻസ് ഉണ്ട്. പക്ഷേ 1-2 നല്ല ടീമുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. എന്നാലും അതിൽ ഒരു ടീം നമ്മളാണെന്നാണ് വിശ്വാസം. അടുത്തായി നമുക്ക് ഗ്ലോബൽ ടീമിൻ്റെ ക്യാപ്റ്റൻ മിസ്റ്റർ റോബിനെ പരിചയപ്പെടാം. റോബിൻ, ഈ ടൂർണമെൻറ്റിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ youngster, the youngest one is 15. The oldest one is 50. We got very talented people, and it's a matter of everyone clicking at the same time, and hopefully we will win. That's the plan. Anyway, best of luck. Thank you very much. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് EMCC 1 എന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിൻ്റെ പേര് മനോജ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ താങ്കളുടെ ടീം അംഗങ്ങളെക്കുറിച്ചും ഈ ടൂർണമെൻറ്റിനെ കുറിച്ചും എന്താണ് ചുരുക്കത്തിൽ പറയാനുള്ളത്? നമ്മൾ ഒരു ടീം EMCC എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു സെക്കൻഡ് ടീമായിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇങ്ങനത്തെ ഒരു നല്ല ടൂർണമെൻറ്റിൽ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്യാം, എല്ലാവർക്കും നല്ല ഒരു ടീം സ്പിരിറ്റായിട്ട് കളിക്കുകയും ചെയ്യാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ബാസിൽഡൻ ഷാക്സ് എന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ മിസ്റ്റർ ബ്ലസൻ, ഓർഗനൈസർ മിസ്റ്റർ ഫ്രാൻസിസ് എന്നിവരെയാണ്. ഞങ്ങൾ ബാസിലിൻ മലയാളി അസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്തുള്ള ടീമാണ്. അസോസിയേഷനിലെ മെമ്പേഴ്സ് മാത്രമേ ഇതിൽ കളിക്കുന്നുള്ളൂ. അത് ശരി. വി ആർ നോട്ട് ഗെറ്റിംഗ് എനി പീപ്പിൾ ഫ്രം ഔട്ട് സൈഡ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ബാറ്റിങ്ങും ബൗളിങ്ങും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അട്രാക്ഷൻ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. യെസ്. അടുത്തായി നമുക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ഗ്രിഫിൻസ് ടീമിൻ്റെ ക്യാപ്റ്റൻ ശ്രീ രാജീവിനെ പരിചയപ്പെടാം. നിങ്ങളുടെ ടീമിൻ്റെ പ്രതീക്ഷ എങ്ങനെയാണ് ഇപ്രാവശ്യം ടൂർണമെൻറ്റ്? പ്രതീക്ഷ എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പം 2 കളി കളിച്ച് ജയിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരേ കളി ഒരേ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. 2020 ആകുമ്പോൾ പ്രത്യേകിച്ച് ആർക്കൊന്നും പ്രഡിക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ ടീമുകളും നല്ലതാണ്. എല്ലാ ടീമും നല്ല കളിയാണ്. അപ്പോൾ എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അടുത്തതായി നമുക്ക് ഈ UK മലയാളി ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറവുള്ള 2 വ്യക്തികൾ ഒരാളായ റൂബിളിനെ പരിചയപ്പെടാം. ഹലോ റൂബിൾ, താങ്കൾക്ക് ഈ ടൂർണമെൻറ്റിലെ അനുഭവം എന്തെങ്കിലും? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായി ഞങ്ങളൊരു പുറത്തൊരു കോമ്പറ്റീഷനിൽ കളിക്കണേ. അതിൽ ഞാൻ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയതിന് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അടുത്തതായി നമുക്ക് നമ്മുടെ ഈ UK മലയാളി ക്രിക്കറ്റ് ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ക്രിക്കറ്ററെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? ആദിത്യ. ആദിത്യ ഏത് ടീമിൽ കളിക്കുന്നു? ഇപ്പം ലണ്ടൻ സ്കൂൾസ് കളിക്കുന്നുണ്ട്. പിന്നെ വൺസ്റ്റെഡ് അണ്ടർ 15s it's a good event to be participating in this. It's not only a cricket event, it's also a social gathering.
but I think it's two people who've been so central in organising this. I think without these two guys, this would never happen. What a chance!